ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ്. സോ നമ്മുടെ FC ബായുടെ ക്യാമ്പയിൻ നമുക്ക് ഇവിടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ട്രാക്കിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു പാക്കിന്റെ പ്ലേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിലിപ്പ് ലാം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ വാൻ ബൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എൽബർ എന്നൊരു പ്ലെയർ ഒക്കെ വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ് FC ബായുടെ അവർ കൊണ്ടുവന്നേക്കാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു പാക്ക് നിങ്ങൾ എടുക്കണ്ട ഗൈസ്, കാരണം ഇതിനേക്കാളും കിഡിലിന് ഒരു പാക്ക് നമുക്ക് മൺഡേ വരുന്നുണ്ട്. സോ അത് ഏത് പാക്കാണ് ഞാൻ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പാക്ക് നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, എത്ര സെറ്റപ്പ് അല്ല. ഓക്കെ, നമ്മുടെ ലാം നോക്കുകയാണെങ്കിലും ലാം അത്യാവശ്യം നല്ല പ്ലെയർ തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് ഒരു ഓർക്കസ്ട്രേറ്റർ കാർഡാണ് വന്നേക്കണം, അതുകൊണ്ട് അത്ര സെറ്റപ്പ് ഉണ്ടാവത്തില്ല. പിന്നെ വാൻ ബ്യൂട്ടിൻ കുഴപ്പമില്ലാത്തൊരു കാർഡാണ് വന്നേക്കണം വാൻ ബ്യൂട്ടിന്റെ. സോ വാൻ ബ്യൂട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ബാക്കിയുള്ള എൽബർണോ പ്ലെയർ വെറുതെയാണ്. സോ അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ വാൻ ബ്യൂട്ടിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്ക് സൈൻ ചെയ്യാം. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടെ വർത്ത് ആയിട്ടൊരു പാക്ക് നമുക്ക് മൺഡേ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമ്മുടെ FC ബയന്റെ ആനിവേഴ്സറിയുടെ ഒരു ക്യാമ്പയിൻ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് FC ബയന്റെ ആനിവേഴ്സറി അങ്ങനെ നല്ല രീതിക്ക് അവര് മൂജിച്ചിട്ടുണ്ട്. നല്ലൊരു മൂഞ്ചിയൊരു ക്യാമ്പയിൻ ആണ് കൊണ്ടുവന്നേക്കണം. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് യൂസ്ഫുൾ ആയ ഒരു റിവാർഡും അതിലില്ല. ആകെ കുറച്ച് ആർക്കും വേണ്ടാത്ത കുറച്ച് അവതാർ സെറ്റും കിടപ്പുണ്ട്. പിന്നെ എന്തൊക്കെയോ പസിലോ അങ്ങനെ എന്തൊക്കെയോ സംഭവം കിടപ്പുണ്ട്. ഇതിൽ ആകെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ആ ഒരു ഗെയിം സ്ട്രിപ്പാണ്. നമ്മുടെ അത്യാവശ്യം FC വേണ്ട നല്ലൊരു കിറ്റ് ഇതിലുണ്ട്. അപ്പൊ ആ ഒരു കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കളിക്കാം മാച്ചൊക്കെ. അത് മാത്രമേ ഉള്ളൂ ഒരു ക്യാമ്പയിനും കൂടെ നമുക്ക് യൂസ്ഫുൾ. അങ്ങനെ FC ബയന്റെയും അവർ നല്ല രീതിക്ക് മൂജിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ AC മിലാന്റെ വന്നപ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് യാതൊരു യൂസ്ഫുൾ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ തന്ന് നമ്മളെ പറ്റിച്ചു കൊണാമി. ഇത്തവണയും അത് വന്നിട്ടുണ്ട്. ആകെ നല്ലൊരു ക്യാമ്പയിൻ വന്നത് നമ്മുടെ FC ബാഴ്സലോണയുടെ ആണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ MSN പാക്ക് ഒക്കെ വന്നത്. സോ അത് മാത്രം നല്ലൊരു കൊണാമിയുടെ ഭാഗത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ FC ബാൻഡ് അങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പൊ അതാണ് ആ ഒരു കേസ് നോക്കാനുള്ളത്. പിന്നെ മെയിൻ സംഭവം അതായത് നമ്മുടെ സ്ട്രൈക്കേഴ്സ് അറീന അങ്ങനെ ടോട്ടലി ഇതായിട്ടുണ്ട്. ഇനി ആരും ആ സാധനം കളിക്കാൻ പോകുന്നില്ല. നേരത്തെ ഒരു 100 കോയിനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. ഇടയ്ക്കെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് 100 കോയിൻ നമുക്ക് കിട്ടുന്നതായിരുന്നു. പക്ഷെ അതും അവര് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത എന്തൊക്കെയോ സ്കിൽ ട്രെയിനിങ് അങ്ങനത്തെ കുറെ അലമ്പ് സാധനങ്ങൾ കൊന്ന് അതങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി ആരും ഈ ഒരു സംഭവം കളിക്കാൻ പോകുന്നു. അങ്ങനെ അതിന്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതും മുമ്പി ഒന്നും പറയാനില്ല. അതുപോലെ നമ്മുടെ ഈ ഒരു കാർണിവൽ ക്യാമ്പയിന്റെ കാർണിവൽ നമ്മുടെ ഈ ഒരു കാർണിവൽ ക്യാമ്പയിനും നമ്മുടെ റംസാനൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി FC ബയനും ഇങ്ങനെ ആക്കിയത് അവര് പ്രത്യേകിച്ച് റിവാർഡും തരാത്തത്. ഗൈസ്, നമ്മുടെ ഈ ഒരു 2 പാക്കും നമ്മുടെ ഈ വന്ന തേഴ്സ്ഡേ നമുക്ക് അവസാനിക്കാൻ പോവാണ്. നമ്മുടെ യൂറോപ്യൻ എന്ന് പറഞ്ഞ ഈ ഒരു ടീം സെലക്ഷന്റെ ഒരു സംഭവം, പിന്നെ ഈ ഒരു സംഭവം നാഷണൽ ടീം സെലക്ഷന്റെ ഈ 2 പാക്കും തീരാൻ പോവാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആരെങ്കിലും സൈൻ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുക. നെക്സ്റ്റ് തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്കും അവർ പോകുന്നതായിരിക്കും. സോ അതാണ് ആ ഒരു കേസ് പറയാനുള്ളത്. പിന്നെ ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമുക്ക് അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പുതുതായിട്ട് ഗെയിമിൽ അവൈലബിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്കിതൊന്നല്ല, നമ്മുടെ മെയിൻ സംഭവത്തേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് മൺഡേ വരാൻ പോകുന്നത് നമ്മുടെ മാൽഡീനിയുടെ പാക്കാണ്. അപ്പൊ മാൽഡീനിയുടെ ഫസ്റ്റ് ടൈം ആണ് ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് നമ്മുടെ ഗെയിമിൽ വരുന്നത്. സോ യങ് മാൽഡീനാണ് വരുന്നത്. ഫോർട്ടസ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലിലിയൻ തുറം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സാബി അലോൺസോയും വരുന്നുണ്ട്. സോ അത്യാവശ്യം കിടിലൻ ഒരു പാക്കാണ് നമുക്ക് മൺഡേ വരാൻ പോകുന്നത്. സോ ഈ ഒരു പാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മാക്സിമം ആ FC ബാൻഡ് പാക്ക് സ്പിൻ ചെയ്യാതെ ഈ ഒരു പാക്കിൽ സ്പിൻ ചെയ്യുക. ഈ അത്യാവശ്യം കിടിലൻ പ്ലേയേഴ്സും വെർത്ത് ആയിട്ടുള്ള പ്ലേയേഴ്സും തന്നെയാണ് ഈ പാക്കിലുള്ളത് മറ്റേതിനെ വെച്ച് നോക്കുമ്പോ. പിന്നെ നമ്മുടെ ലിലിയൻ തുറത്തിന്റെ ഒക്കെ കിടിലൻ കാർഡാണ്. ലിലിയൻ തുറൊക്കെ കിടിലൻ ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന കാർഡ് തന്നെ ഒരുപാട് പേര് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കിടിലൻ കാർഡാണ്. സെൻട്രൽ ബാക്ക് കിടാനൊക്കെ നല്ല സ്റ്റാറ്റസ് ഒക്കെ പോകുന്നുണ്ട്. നല്ല ഗെയിമിൽ നല്ല ഇമ്പാക്റ്റും കിട്ടുന്ന ഒരു കാർഡായിരുന്നു ലിലിയൻ തുറം ഒക്കെ. അപ്പൊ ലിലിയൻ തുറത്തിന്റെ രണ്ടാമത്തെ ഒരു കാർഡ് വരുന്നുണ്ട്. സോ കഴിഞ്ഞ തവണ മിസ്സായി പോയവർക്കൊക്കെ ഈ ഒരു പ്രാവശ്യം ലിലിയൻ തുറത്തിന്റെ ഒരു കാർഡ് എടുക്കാം. പിന്നെ മാൽഡീനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് ആ വെയിറ്റും ഓവർ ആയിട്ടുണ്ട്. നമ്മുടെ മാൽഡീനി ഫൈനലി ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ സാബി അലോൺസോന്റെ ഒരു കാർഡും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാക്കിൽ നിങ്ങൾ ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ നമ്മൾ ഡിഫൻസീവ് പ്ലേസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബെസ്റ്റ് പാക്കാണ് വന്നേക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ സ്പിൻ ചെയ്യുക. ലെക്കുള്ളവർക്ക് കിട്ടും. അതാണ് പറയാനുള്ളത്.
അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.